ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ തിയറി പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ നോട്ടെല്ലാം അയച്ചു തന്നിട്ടുള്ളതാണ്. നോട്ടെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അയച്ചു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ലെക്ചർ നോട്ട്സ് ഒന്നും ഞാൻ അയച്ചു തരുന്നില്ല, കാരണം നമ്മൾ നോട്ട് ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ കുറേ ഡെഫിനേഷൻസ് ആണ്. ഫസ്റ്റ് ഫോർ ഫണ്ടമെൻ്റൽ ഡെഫിനേഷൻസ് കറണ്ട്, വോൾട്ടേജ്, പവർ, എനർജി. ഒന്ന് ഓടിച്ച് പറയാം. എന്താണ് കറണ്ട്? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഐ. Okay, current is the flow of electrons. It is represented as I. Its unit is ampere, which is denoted as A. അതാണ് ഒന്നാമത്തെ ഡെഫിനേഷൻ. വേറൊരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, മൂന്ന് ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട് കറണ്ടിൻ്റെ. രണ്ടാമത്തെ ഡെഫിനേഷൻ എന്താ? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് along a definite path. Current is the movement of electrical charges along a definite path. Or third definition, it is the rate of flow of electrical charge. I is equal to Q by T. It is the rate of flow of electrical charge. I is equal to Q by T. യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ, വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് എ. അപ്പോൾ കറണ്ടിൻ്റെ മൂന്ന് ഡെഫിനേഷൻ പഠിച്ചു. ഓക്കെ, ക്ലിയർ. അടുത്തത് വോൾട്ടേജ്. എന്താ വോൾട്ടേജ്? വോൾട്ടേജിൻ്റെ രണ്ട് ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പ്രഷർ ഓർ ടെൻഡൻസി ടു ഡ്രൈവ് ദി ഇലക്ട്രോൺസ് ത്രൂ എ സർക്യൂട്ട്. ഇറ്റ് ഈസ് ദ പ്രഷർ ഓർ ടെൻഡൻസി ടു ഡ്രൈവ് ദി ഇലക്ട്രോൺസ് ത്രൂ എ സർക്യൂട്ട്. വേറെ ഡെഫിനേഷൻ എന്താ? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഇതിന് മൂന്ന് ഡെഫിനേഷൻ ഉണ്ട്, സോറി രണ്ടല്ല. മറ്റൊരു ഡെഫിനേഷൻ എന്താ? പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് വിച്ച് ഈസ് ടേംഡ് ആസ് പി ഡി. ഓക്കെ, അപ്പോൾ അതാണ് മൂന്ന് ഡെഫിനേഷൻ. ഒന്നുകൂടി പറയാം. വോൾട്ടേജ് ഈസ് ദ പ്രഷർ ഓർ ടെൻഡൻസി ടു ഡ്രൈവ് ദി ഇലക്ട്രോൺസ് ത്രൂ എ സർക്യൂട്ട്. ഓർ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഓർ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് വിച്ച് ഈസ് ടേംഡ് ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ യൂണിറ്റ് വോൾട്ട്. അപ്പോൾ കറണ്ടിൻ്റെ മൂന്ന് ഡെഫിനേഷൻ, വോൾട്ടേജിൻ്റെ മൂന്ന് ഡെഫിനേഷൻ. വോൾട്ടേജിൻ്റെ റെപ്രസെൻറ്റേഷൻ ക്യാപിറ്റൽ വി, വോൾട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ സ്മോൾ ലെറ്റർ വി. വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. വോൾട്ടേജ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ വി ആൻഡ് വോൾട്ട് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ വി. അപ്പോൾ കറണ്ടിൻ്റെ മൂന്ന് ഡെഫിനേഷൻ, വോൾട്ടേജിൻ്റെ മൂന്ന് ഡെഫിനേഷൻ. പവർ. എന്താ പവർ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് വർക്ക്. പവർ ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സയൻസിൽ. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക്കൽ പവർ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ ഇൻ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. Okay, it is the rate of work done in an electrical circuit. Power is represented as P. Its unit is watt. പവർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ ഇക്വേഷൻ പഠിക്കുക, സിമ്പിൾ പഠിക്കുക, യൂണിറ്റിൻ്റെ സിമ്പിൾ പഠിക്കുക. പവറിൻ്റെ യൂണിറ്റ് വാട്ട്, അതിൻ്റെ സിമ്പിൾ ഡബ്ല്യു, പവറിൻ്റെ റെപ്രസെൻറ്റേഷൻ പി. പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ദെൻ ഫോർത്ത് ഡെഫിനേഷൻ എന്താ? എനർജി. എന്താണ് എനർജി? ഇറ്റ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇ. എനർജി ഹാസ് ടു യൂണിറ്റ്. സ്മോളർ യൂണിറ്റ് ആണ് ജൂള്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്, എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ. അപ്പോൾ എല്ലാത്തിൻ്റെ ഡെഫിനേഷൻ, കറണ്ടിൻ്റെ മൂന്ന് ഡെഫിനേഷൻ, വോൾട്ടേജിൻ്റെ മൂന്ന് ഡെഫിനേഷൻ, പവറിനൊരു ഡെഫിനേഷൻ, എനർജിക്കൊരു ഡെഫിനേഷൻ. പവർ ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ ഇൻ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. എനർജി ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇനി എന്താണ്? അപ്പോൾ ഇതിന് നാല് ഡെഫിനേഷൻ പഠിക്കുക. പിന്നെ എന്താ? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഒപ്പോസസ് ദ കറണ്ട് ഫ്ലോ. Resistance is the property of a substance which opposes the current flow, which is represented as R, and its unit is ohm. Clear? What is meant by laws of resistance? Laws of resistance and the resistance of a material is directly proportional to length and inversely proportional to area of cross section. R proportional to L by A. R is equal to rho into L by A. R is equal to rho into L by A. Rho is equal to R into A by L. Its unit is ohm meter. Its unit is ohm meter. ഇനി അപ്പോൾ ഇത്രയും ടോപ്പിക്കൊക്കെ പഠിക്കുക. അപ്പോൾ നാല് ഡെഫിനേഷൻ പഠിക്കുക. റെസിസ്റ്റൻസ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്. പിന്നെ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? കിർച്ചോഫ്സ് ലോസ്. ഈ ഓർഡറിലാവില്ല ഞാൻ ചിലപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കുക. അതായത് ഏകദേശം ചിലപ്പോൾ ഓർഡർ ആയിരിക്കും. നിങ്ങളെ നോട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഓർഡറിൽ തന്നെ പോവാം. കിർച്ചോഫ്സ് കറണ്ട് ലോ ഓർ പോയിന്റ് ലോ ഓർ ജംഗ്ഷൻ ലോ. രണ്ട് ലോ ഉണ്ട്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കിർച്ചോഫ്സ് ലോസ് എന്ന് ചോദിച്ചാൽ രണ്ട് ലോ എഴുതണം, പടം വരയ്ക്കണം, ഇക്വേഷൻ എഴുതണം. ഓക്കെ, കിർച്ചോഫ്സ് കറണ്ട് ലോ ഓർ ഫസ്റ്റ് ലോ എന്ന് ചോദിച്ചാലും കിർച്ചോഫ്സ് കറണ്ട് ലോ, KCL. കിർച്ചോഫ്സ് കറണ്ട് ലോ ഓർ പോയിന്റ് ലോ ഓർ ജംഗ്ഷൻ ലോ ഓർ ഫസ്റ്റ് ലോ എന്താണ്? ആൾജിബ്രിക് സം ഓഫ് കറൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഓർ ജംഗ്ഷൻ ഇസ് 0. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി സ്റ്റേറ്റഡ് ആസ്. ഇതും രണ്ട് തരത്തിൽ പറയണം. ഇൻകമിംഗ് കറൻസ് ആർ ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറൻസ്. ആൾജിബ്രിക് സം ഓഫ് കറൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഓർ ജംഗ്ഷൻ ഇസ് 0. ഓർ ഇൻകമിംഗ് കറൻസ് ആർ ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറൻസ്. എന്നിട്ട് ഫിഗർ വരച്ചിട്ട് അതിൽ ഇൻകമിംഗ് കറൻറ്റ് ഔട്ട് ഗോയിങ് കറൻറ്റ് കാണിച്ചിട്ട് I1 + I2 + I3 is equal to 0. ഓർ I1 is equal to I2 + I3. അപ്പോൾ അവിടെ നോക്കി പഠിക്കാം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം, ഇക്വേഷനൊക്കെ എഴുതണം കേട്ടോ. വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അടുത്തത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഓർ മെഷ് ലോ. എന്താ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഓർ മെഷ് ലോ? സെക്കൻഡ് ലോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡ് ലോ. ആൾജിബ്രിക് സം ഓഫ് വോൾട്ടേജസ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. ദാറ്റ് ഈസ് E + sigma ER is equal to 0. Sum of products of current and resistance across each element is equal to source of EMF in that network. E is equal to sigma ER. Clear?
algebraic sum of voltages around a closed path is 0, or sum of products of current and resistance across each element is equal to source of EMF in that network. അപ്പോൾ കിർച്ചോഫ്സ് ലോസ് പടം വരയ്ക്കണം, ഇക്വേഷൻ എഴുതണം, രണ്ട് ഓരോ ലോയും, ഫസ്റ്റ് ലോ കറണ്ട് ലോ, സെക്കൻഡ് ലോ വോൾട്ടേജ് ലോ ഓർ മെഷ് ലോ, അത് രണ്ട് തരത്തിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം, പടം വരയ്ക്കണം, ഇക്വേഷൻ എഴുതണം. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ കുറച്ച് വേറെ ഈ കിർച്ചോഫ്സ് കറണ്ട് ലോ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷനാണ്, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ് മെഷ് അനാലിസിസ്. അതുപോലെ തന്നെ കിർച്ചോഫ്സ് കറണ്ട് ലോയുടെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ് നോഡൽ അനാലിസിസ്. അത് രണ്ടും പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ബിഫോർ ദാറ്റ് ആ പ്രോബ്ലമൊക്കെ ചെയ്ത് പ്രോബ്ലം ഞാൻ രണ്ടിൻ്റെയും ഓരോ വീഡിയോ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഓഡിയോ മാത്രമാണ്. എ നോഡ് ഈസ് എ പോയിന്റ് ഓർ ജംഗ്ഷൻ. കുറച്ച് ടേംസ് പഠിക്കുക. എന്താ നോഡ് എന്ന് പറഞ്ഞാൽ, എ നോഡ് ഈസ് എ പോയിന്റ് ഓർ ജംഗ്ഷൻ വേർ 2 or more elements ആർ ജോയിൻറ്റ് ചെയ്തത്. പക്ഷേ പ്രോബ്ലം ചെയ്ത് നമ്മൾ 3 എലമെൻറ്റിന് ജംഗ്ഷൻ എടുക്കുള്ളൂ കേട്ടോ. 3 എലമെൻറ്റ് ജംഗ്ഷൻ പ്രോബ്ലത്തിൽ വെക്കുക. പക്ഷേ ആക്ച്വൽ ഡെഫിനിഷൻ, എ നോഡ് ഈസ് എ പോയിന്റ് ഓർ ജംഗ്ഷൻ വേർ 2 or more elements ആർ ജോയിൻറ്റ് ടുഗദർ. ക്ലിയർ? എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ രണ്ട് ടൈപ്പ് എലമെൻറ്റ്, ആക്റ്റീവ് എലമെൻറ്റ് ഉണ്ട്, പാസീവ് എലമെൻറ്റ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആക്റ്റീവ് എലമെൻറ്റ് സപ്ലൈസ് എനർജി, പാസീവ് എലമെൻറ്റ് കൺസ്യൂംസ് എനർജി. ഏതൊക്കെ ആക്റ്റീവ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജനറേറ്റർ, ബാറ്ററീസ് ആർ ആക്റ്റീവ് എലമെൻറ്റ്സ്. സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. പാസീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇതെല്ലാം പാസീവ് എലമെൻറ്റ്സ് ആണ്. മെഷ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷ് ഈസ് എ ക്ലോസ്ഡ് പാത്ത് വിച്ച് കണ്ടെയ്ൻസ് നോ അതർ പാർട്സ് ഇൻ ഇറ്റ്. ലൂപ്പ് ഈസ് എ ക്ലോസ്ഡ് പാത്ത് വിച്ച് കണ്ടെയ്ൻസ് നമ്പർ ഓഫ് മെഷേഴ്സ്. ഇനി പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനേഷൻ എന്താ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ ചാർജ് ടു എ സർട്ടൻ പോയിന്റ്. ഓർക്കുണ്ടോ? ഒന്ന് പറഞ്ഞ് പഠിക്കുക. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ ചാർജ് ടു എ സർട്ടൻ പോയിന്റ്. E is equal to W/Q, or it is the energy expended on each charge. Or it is the ability of a charged body to do a work is called potential. അപ്പോൾ പൊട്ടൻഷ്യൽ 3 ഡെഫിനേഷൻ ഉണ്ട്. It is the energy required to transfer electrical charge to a certain point, or it is the energy expended on each charge, or it is the ability of a charged body to do a work is called potential. E is equal to W/Q. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, EMF എന്താ? EMF എന്താ? അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ EMFൻ്റെ ഡെഫിനേഷൻ വേറെ പഠിക്കണം. ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ 4 ഡെഫിനേഷൻ കൂടാതെ എന്താണ് EMF? ഇറ്റ് ഈസ് ദ പ്രഷർ ഓർ വോൾട്ടേജ് വിച്ച് കോസസ് ആൻ ഇലക്ട്രിക് കറണ്ട് ടു ഫ്ലോ ഇൻ എ സർക്യൂട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ദെൻ വാട്ട് അബൌട്ട് ഓംസ് ലോ? എന്താണ് ഓംസ് ലോ? അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഓർ ടോട്ടലി പറയുകയാണെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ഫിസിക്കൽ കണ്ടീഷൻസ്, കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. I proportional to V. I is equal to 1/R into V. I is equal to V/R. അല്ല, ഫസ്റ്റ് തന്നെ I proportional to V/R എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തെറ്റാ. Current through at a constant physical condition, that means at a constant temperature, length and area of cross section, current through a conductor is directly proportional to voltage, that is I proportional to V എന്ന് മാത്രമേ ഉള്ളൂ. പ്രൊപ്പോർഷൻ മാറി ഇക്വേഷൻ വരുമ്പോൾ I is equal to 1/R into V, ഒരു കോൺസ്റ്റൻ്റ് അവിടെ വരും. then I is equal to V/R. അതിൽ നമുക്ക് V is equal to I into R, R is equal to V/I എന്നൊക്കെ എഴുതാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടും ഞാനൊന്ന് ഓടിച്ച് പറയാം. എന്താ സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സർക്യൂട്ട് ഇൻ വിച്ച് ഫിനിഷിംഗ് എൻഡ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് സെക്കൻഡ് വൺ, ഫിനിഷിംഗ് എൻഡ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് തേർഡ് വൺ, ആൻഡ് സോ ഓൺ. സച്ച് എ സർക്യൂട്ട് ഈസ് നോൺ ആസ് സീരീസ് സർക്യൂട്ട്. ഇൻ എ സീരീസ് സർക്യൂട്ട് dissimilar ends are joined together. What about parallel circuit? In a parallel circuit, similar ends, all the starting ends are joined together, all the finishing ends are joined together. അപ്പോൾ ഡിസിമിലർ എൻസിൻ്റെ കണക്ഷനാണ് സീരീസ് സർക്യൂട്ട്, സിമിലർ എൻസിൻ്റെ കണക്ഷനാണ് പാരലൽ സർക്യൂട്ട്. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്? ഓർക്കുണ്ടോ? സീരീസ് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി എന്താ? കറണ്ട് ഈസ് സെയിം ഇൻ എ സീരീസ് സർക്യൂട്ട്. അപ്പുറത്ത് എന്താ പറയുക? പാരലൽ സർക്യൂട്ട് വോൾട്ടേജ് ഈസ് സെയിം ഇൻ എ പാരലൽ സർക്യൂട്ട്. ഇതിലെ കറണ്ട് ഈസ് സെയിം ഇൻ എ സീരീസ് സർക്യൂട്ട്. പാരലലാണെങ്കിൽ വോൾട്ടേജ് ഈസ് സെയിം, വോൾട്ടേജ് അക്രോസ് ഈച്ച് എലമെൻറ്റ് ഈസ് സെയിം. അടുത്തത് സീരീസ് സർക്യൂട്ടിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒരേ സമയം പറയുകയാണ്. ടോട്ടൽ വോൾട്ടേജ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്സ്. V is equal to V1 plus V2 plus etc plus Vn. അവിടെ എന്താ വരിക? ടോട്ടൽ കറണ്ട് ഈസ് ദ സം ഓഫ് ബ്രാഞ്ച് കറൻസ്, ദാറ്റ് ഈസ് I is equal to I1 plus I2 plus etc plus In. എന്താ ഈ അവിടെ എന്ന് പറഞ്ഞാൽ പാരലൽ സർക്യൂട്ട് കേട്ടോ. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ സീരീസ് സർക്യൂട്ടിലെ? ഇഫ് വി ആഡ് എ ന്യൂ റെസിസ്റ്റൻസ് ടു ദ എക്സിസ്റ്റിംഗ് സീരീസ് സർക്യൂട്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ് ഓർ ഇക്വാലന്റ് ഓർ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. വാട്ട് അബൌട്ട് പാരലൽ സർക്യൂട്ട്? ഇഫ് വി ആഡ് എ ന്യൂ റെസിസ്റ്റൻസ് ടു ദ എക്സിസ്റ്റിംഗ് പാരലൽ സർക്യൂട്ട്, ഇസ് ഇഫക്റ്റീവ് ഓർ ഇക്വാലന്റ് റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ്.
അടുത്ത എന്താണ് നാലാമത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ സീരീസ് സർക്യൂട്ട് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ആർ ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RN. അപ്പുറത്ത് എന്താ വരിക 1/R ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര പ്ലസ് 1/RN. മനസ്സിലായില്ലേ? അപ്പോൾ 4 പ്രോപ്പർട്ടീസ് പഠിക്കാം. സീരീസിൻ്റെ 4 പ്രോപ്പർട്ടീസ്, പാരലൽ 4 പ്രോപ്പർട്ടീസ്. സീരീസിൽ എന്താ കറണ്ട് സെയിം, പാരലൽ വോൾട്ടേജ് സെയിം. ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്സ് ആണെങ്കിൽ പാരലൽ ടോട്ടൽ കറണ്ട് ഈസ് ദ സം ഓഫ് ബ്രാഞ്ച് കറൻസ്. 3 ഉള്ളൊരു സീരീസ് സർക്യൂട്ടിലൂടെ ഇഫ് യു ആഡ് എ ന്യൂ റെസിസ്റ്റൻസ് ടു ദ എക്സിസ്റ്റിംഗ് സീരീസ് സർക്യൂട്ട് ഡെഫിനറ്റ്ലി ഇക്വലന്റ് റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരലൽ സർക്യൂട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇഫ് യു ആഡ് എ ന്യൂ റെസിസ്റ്റൻസ് ടു ദ എക്സിസ്റ്റിംഗ് പാരലൽ സർക്യൂട്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. പിന്നെ ഇക്വേഷൻ പറയാം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിക്കുക, പടം വരച്ചിട്ട് പറയാം. പിന്നെ ഡെറിവേഷനാണ് വോൾട്ടേജ് ഡിവിഷൻ ഇൻ എ സീരീസ് സർക്യൂട്ട്, കറണ്ട് ഡിവിഷൻ ഇൻ എ പാരലൽ സർക്യൂട്ട്. അത് നിങ്ങൾ നന്നായിട്ട് നോക്കി എഴുതി പഠിക്കണം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഫൈനൽ ഇക്വേഷൻ്റെ 10 എലമെൻറ്റ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ 6 എലമെൻറ്റ് വോൾട്ടേജ് ഡിവിഷൻ ഇൻ എ സീരീസ് സർക്യൂട്ട്. In a series circuit, voltage divides. Suppose there are 10 elements in a series circuit. What is the voltage across the 6th element? V6 is equal to V into R6 by R equivalent. R equivalent is equal to R1 plus R2 plus etc. plus R10. അപ്പോൾ 5 എലമെൻ്റ് ഉള്ള സർക്യൂട്ടിൽ അഞ്ചാമത്തെ എന്താ പറയുക? V5 is equal to V into R5 divided by R equivalent. ഓക്കെ, അപ്പോൾ അതങ്ങനെ പോകണം. അപ്പോൾ VN is equal to voltage across nth element is equal to total voltage into RN divided by R equivalent. R equivalent is equal to R1 plus R2 plus etc. plus RN. പിന്നെ ഡെറിവേഷൻ ചെയ്ത് പഠിക്കണം, വളരെ സിമ്പിളാണ്. അതേപോലെ കറണ്ട് ഡിവിഷൻ്റെ പാരലൽ സർക്യൂട്ട് പറയുമ്പോൾ ഇവിടെ 2 എലമെൻറ്റിൻ്റെ മാത്രമേ നമ്മൾ പറയുള്ളൂ, 2 എലമെൻറ്റിൻ്റെ. അപ്പോൾ 2 എലമെൻറ്റ് സീരീസിൽ അങ്ങനെയല്ല, കുറേ എലമെൻറ്റ്സ് 10 എലമെൻറ്റ് ഉണ്ടെങ്കിലും വോൾട്ടേജ് ഡിവിഷൻ അക്രോസ് each element we can easily find out. But in the case of parallel circuit, we are considering only a 2 element parallel circuit. Suppose there are 2 resistances are in parallel. So current through first element I1 is equal to I into R2 divided by R1 plus R2. I2 is equal to I into R1 divided by R1 plus R2. Clear? അപ്പോൾ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ സീരീസ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ, പാരലൽ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ, വോൾട്ടേജ് ഡിവിഷൻ ഇൻ എ സീരീസ് സർക്യൂട്ട്, കറണ്ട് ഡിവിഷൻ ഇൻ എ പാരലൽ സർക്യൂട്ട്, ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അത് പഠിക്കാം. പിന്നെ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ടോപ്പിക്, അതിൻ്റെ ആ ഫോർമുലയും കാര്യങ്ങളൊക്കെ പഠിക്കാതെ വെച്ചുള്ള പ്രോബ്ലം നോക്കുക കേട്ടോ. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ അതിനെ പറ്റുകയാണെങ്കിൽ വേറൊരു പ്രോബ്ലമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ.